പണ്ടൊക്കെ മുളകും മല്ലിയും വറുത്ത് അരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു എൻ്റെ മക്കള്. അപ്പൊ അതുകൊണ്ട് ഞാൻ മുളകും മല്ലിയും വറുത്ത് മുളകരക്കുന്ന കല്ല് അമ്മിക്കല്ലിൽ അരക്കുകയാണ്. എന്താണ് കുഴവ എന്ന് പറയുന്ന സാധനം. ഇത് അമ്മിക്കല്ല്. ഇതിലാണ് ഇപ്പൊ നമ്മള് മുളക് അരച്ചിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോണത്. പണ്ടൊക്കെ എങ്ങനെയാണ്. അതെ, ഇങ്ങനെ വെക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ആട്ടാ. ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ തോർത്തുമുണ്ട് തലയിൽ കൂടി ഇട്ടിരിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അരിപ്പൊടി, ജീരകം, മഞ്ഞള കൊത്ത മല്ലി, അമ്മി മേലിട്ടേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി അരച്ചോളെ. കലാപം പണിന്റെ പാട്ട്. അത് പച്ചമുളക് ഇട്ടു, പിന്നെ അരിയുള്ളി ഇട്ടു. എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും. വറുത്തരച്ച് അമ്മിക്കല്ലിൽ അരച്ചതല്ലേ, അത് കാരണം ഇത് വെളുത്തുള്ളിയാണ് ഇടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. കടിച്ചിട്ട് പൊട്ടിക്കണം അമ്മ. അമ്മന്റെ പല്ല് സ്ട്രോങ് ആണ്. മല്ലി, മുളക് അരച്ചത്, കുരുമുളകും ജീരകം അരച്ചത്, തനിത്തനി അമ്മിയിൽ അരച്ചത് ഇടുകയാണ്. അമ്മിക്കല്ലിൽ അരച്ചതാണ്. ഇപ്പൊ എല്ലാവരും മുളക് പൊടി അരയ്ക്കാൻ വയ്യ. അപ്പോഴുള്ളവർക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കാൻ വയ്യ. ഇപ്പോഴുള്ളവർക്ക് അരയ്ക്കാൻ വയ്യ. നിങ്ങൾക്ക് അരയ്ക്കാമല്ലോ. ഞങ്ങൾക്ക് അരയ്ക്കാൻ ഞങ്ങൾക്ക് വയ്ക്കണ്ട, വയസ്സായില്ലേ. 10-60 വയസ്സായി. പിന്നെ അരയ്ക്കാൻ വയ്ക്കുമോ? അതാ ചിക്കൻ കൊട്ടുന്നു, അത് വതകി ഇതാ കൂട്ടുന്നു. ആവശ്യത്തിന് ഉപ്പിടുക, മഞ്ഞപ്പൊടി എല്ലാം. ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ കറി എന്തായമ്മ? ചിക്കൻ കറി ഇറച്ചി ചുരുട്ടിക്കൊണ്ടേ ഇരിക്കണം. നന്നായി ചുരുട്ടി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിൽ ഇറക്കുക. അത്രയാണ്. നന്നായി ചുരുളണം. ചുരുളാലെ വെള്ളമൊക്കെ പിടിച്ച് വരണ്ട് ചുരുട്ടി ആവുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചിക്കൻ കറി മുക്കി കഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും.